ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഡ്രീം ട്രിപ്പിലോട്ട് പോകുന്നതാണ്. അപ്പം ഇവിടെ കണ്ണൂരൊന്നല്ല എയർപോർട്ട്, അതായത് കൊച്ചിയാണ്. അപ്പോൾ കൊച്ചിയിലോട്ടാണ് പോകേണ്ടത്. അപ്പം ഞാൻ ലോഞ്ചിൽ നിന്ന് ഞാൻ മാറ്റാം. ഇപ്പം ട്രാവൽ ചെയ്യുമ്പോൾ കുറേ 8 മണിക്കൂറൊക്കെ എടുക്കും. അതാണ് ഞാൻ ഈ ഡ്രസ്സിനാണ്. അപ്പം തരാണല്ലോ. എൻ്റെ ബാഗ് ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നല്ല എൻ്റെ ഡ്രസ്സ്. കുറച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ മാറ്റും. അപ്പം നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. എനിക്ക് 12 മണിക്കാണ് അവിടെ എത്തേണ്ടത്. ടൈം എന്ന് പറയുന്നത് എന്നാലാണ് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പം 3 മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം ഞാനിപ്പോൾ ഹോട്ടലിൻ്റെ മല്ലൂസ് ധാബ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഞാൻ നൂഡിൽസും ഫ്രൈഡ് റൈസും കഴിച്ചു. അപ്പം ഇതാണ് ഹോട്ടൽ. അപ്പം ഇനി വേറൊന്നുമില്ല. ഇപ്പം ടൈം എന്ന് പറയുന്നത് 10:27 ഞാനൊരു 11:30 പോകും. അപ്പം ഞാൻ ലഗേജൊക്കെ ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് എയർപോർട്ടിൽ നിന്ന് കാണാം. അപ്പം ഗൈസ്, ഞാൻ പോകുന്നു. ഗൈസ് കണ്ടോ, ഇതാ നമ്മൾ പോകുന്നു. സൈലന്റ് പ്ലേസ് ആണ് ഗൈസ്. അപ്പം ഗൈസ്, ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, അത് നോക്ക്, അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് പോയിട്ട് കാണാം. അപ്പം ഇതൊക്കെ എന്താ, കുറേ ഇതിൽ കുറേ ആക്സസറീസൊക്കെ ഉണ്ട്. ഫോട്ടോ പ്രിൻ്റഡ് ഒക്കെ ഉണ്ട് ഇവിടെ. വാവ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഇതൊക്കെ നോക്കൂ. വാവ്, ഇതൊക്കെ എന്താണ്? ഓ മൈ ഗോഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ടോയ്സൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ഇത് കുറേ എന്തെല്ലോ മണ്ണിനെ കൊണ്ടുണ്ടാക്കിയതല്ലോ സാധനങ്ങൾ. പിന്നെ അവിടെ ഒരു ഗ്രീൻ ബസ് ഉണ്ട് ഗൈസ്. പിന്നെ അത്രയ്ക്കാണ് ഉള്ളൂ ഗൈസ് എനിക്ക്. അപ്പം നമ്മൾ ഗേറ്റിലോട്ട് പോകുന്നതാണ്. അപ്പം ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമുക്ക് കാണുമ്പോൾ അത് വാങ്ങണം എന്നുള്ളൊരു ഫീലിംഗാണ് നമുക്കുണ്ടാവുക. അപ്പം കണ്ടു ഗൈസ്, എന്ത് നല്ല രസമുള്ള സാധനങ്ങളാണ്. പിന്നെ ഫുഡും ഇവിടെ ഉണ്ട്. അപ്പം നോക്കൂ. അപ്പം ഗൈസ് കണ്ടു, കുറേ എയർപോർട്ടും, അതായത് ആർട്ട് പോർട്ടാണ്. ഞാൻ ജസ്റ്റ് മാറിപ്പോയത്. നോക്കൂ ഗൈസ്, വാവ്, നല്ല സോഫ്റ്റ് ടോയ്സുകളാണ് ഉള്ളത്. ഈ ബനാന ഭയങ്കര ഇഷ്ടപ്പെട്ടു. യൂണിക്കോണൊക്കെ നോക്കൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതായത് ലൈറ്റ് കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഒരു ചെറിയ ന്യൂട്ടെല്ലാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാനൊരു പ്രിങ്കിൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് വെള്ളം കുടിക്കാനും പ്രിങ്കിൾസ് കഴിക്കാൻ വേണ്ടി വിശക്കുമ്പം. അപ്പം നമ്മൾ ഫ്ലൈറ്റിലോട്ട് പോകുന്നതാണ് ഗൈസ്. ഇപ്പം ഫ്ലൈറ്റിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പം ഫ്ലൈറ്റിലോട്ട് ഇങ്ങനെ പോകുന്നതാണ് ഗൈസ് നമ്മൾ കാണുന്നത്. അപ്പം കണ്ടോ, അയ്യോ, നമുക്കിങ്ങനെ നടന്ന് പോവാം. അപ്പം അതുകൊണ്ട് ഗൈസ്, ഇതൊന്നല്ല നമ്മുടെ ഫ്ലൈറ്റ്. ഇതൊന്നല്ല, നിങ്ങൾ ഖത്തറൊന്നുമല്ല ഫ്ലൈറ്റ്, വേറെതാണ്. അതൊക്കെ വേറെ ഫ്ലൈറ്റുകളൊക്കെ കുറേ ബാങ്കോക്കിലൊക്കെയാണ് പോകുന്നത്. അപ്പം അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഞാൻ കാണിക്കില്ല ഗൈസ്, എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാവും. ആ ഒരു പ്ലേസിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണത്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലോട്ട് പോകാം ഗൈസ്. കണ്ടോ, അയ്യോ, അപ്പം നമ്മൾ പോകുന്നതാണ് ഗൈസ്.
കുറച്ച് ലൈനുണ്ട് ഗൈസ്, കുറേ ലൈൻസ് ഉണ്ട്. അപ്പം കണ്ടോ, ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നതാണ് നമ്മൾ. അയ്യോ നമ്മൾ പോകണം ഗൈസ്. ഓക്കെ, കാണിച്ചു കൊടുത്തു നമ്മൾ. നമുക്ക് പോകാം. ഹായ്. അപ്പം ഇതാണ് ഫ്ലൈറ്റിൻ്റെ അകത്ത് പറയാം. കണ്ടോ, ജനലോട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലൈറ്റ്. കണ്ടോ, ഇങ്ങനെയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം.
അപ്പം ഗൈസ് നമ്മളിതാ ലാൻഡ് ചെയ്യാൻ പോകുന്നതാണ് ഗൈസ്. ഗൈസ് നമ്മൾ ആ ഒരു ഡ്രീം പ്ലേസിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ചെറിയതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പ്ലേസിലെത്തി ഫുഡ് ദോശയും കഴിച്ചു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇപ്പം റൂമിലാണുള്ളത്. ഞാൻ പ്ലേസ് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ കുളിച്ചൊക്കെ ഇതാക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ മുടി ഡ്രയർ ചെയ്തതാണ്. ഞാൻ പ്ലേസ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് റിവീൽ ചെയ്യാം പ്ലേസ്. അപ്പം ഇത് ജനൽ വഴിയാണ് കാണിക്കുന്നത് ഗൈസ്. ഇതാണ് പ്ലേസ്. നമുക്ക് കാണൂല. അപ്പം ഇത് പ്ലേസ് തിരിയണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ കുവൈത്ത്. അപ്പം ഞാനുള്ളത് ഇപ്പോൾ കുവൈത്തിലാണ്. എൻ്റെ ഉമ്മേൻ്റെ റൂമിലാണ് ഞാൻ ഉള്ളത് ഇപ്പോൾ. അപ്പം ഇതാണ് കുവൈത്ത് ഗൈസ്. കണ്ടോ? അപ്പോൾ നമ്മൾ ഇത് മംഗഫാണ്. ഞാൻ മംഗഫിലാണ് താമസിക്കുന്നത്. 1 മന്ത് ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ജസീറ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൻ്റെ പേര് പറയാത്തത്. അപ്പം കണ്ടോ, ഇതാണ് അതിൻ്റെ വ്യൂ. ജനൽ വഴിയാണ്. അപ്പോൾ ഇനി നമ്മൾ പാർട്ട് 2 വരുന്നത്. അപ്പോൾ അതുവരേക്കും